യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 2 മണിക്കൂർ കൊണ്ടെത്തൽ പോസിബിൾ ആണോ? 2030 കൂടി പോസിബിൾ ആയേക്കാം. യുഎഇ നാഷണൽ അഡ്വൈസറി ബ്യൂറോ ലിമിറ്റഡ് ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അണ്ടർ വാട്ടർ പദ്ധതിയുടെ പ്രധാന സ്റ്റേഷനുകൾ മുംബൈയിലും ഫുജേറയിലുമായിരിക്കും ഉണ്ടാവുക. 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്രയിൽ മണിക്കൂറിൽ 600നും 1000 കിലോമീറ്ററിനും ഇടയിലായിരിക്കും ട്രെയിനിന്റെ സ്പീഡ് ഉണ്ടാവുക. യുഎഇ നാഷണൽ അഡ്വൈസറി ബ്യൂറോ ആണ് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. പ്രോജക്റ്റ് പോസിബിൾ ആക്കാൻ നിലവിൽ അവർക്ക് പലതരം ചലഞ്ചുകളും ഉണ്ട്. അണ്ടർ വാട്ടർ ടണൽ നിർമ്മിച്ച് അതിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒരേ സമയം യാത്രയ്ക്കും അതുപോലെ ചരക്ക് കൈമാറ്റത്തിനും ഇത് സഹായമാകും. കൂടാതെ ഇന്ത്യയിൽ നിന്ന് ശുദ്ധജലവും യുഎഇയിൽ നിന്ന് എണ്ണയും കൈമാറ്റം ചെയ്യാൻ ഇത് സഹായമായേക്കും. പദ്ധതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രയോജനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിലേറെ വെല്ലുവിളികളാണ്. കടലിനടിയിലൂടെയുള്ള ടണലും അതിലെ റെയിൽ ശൃംഖല നിർമ്മിക്കലുമാണ് ആദ്യത്തെ വെല്ലുവിളി. കൂടാതെ ഇത് കടന്നു പോകുന്ന രാജ്യങ്ങളുടെ പൂർണ്ണ സഹകരണവും ഇതിൽ അത്യന്താപേക്ഷിതമാണ്. 2030 കൂടി ഇരു രാജ്യങ്ങളും ഈ പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള 2 മണിക്കൂർ നീളുന്ന ഈ അതിവേഗ പദ്ധതി പ്രാബല്യത്തിൽ വന്നേക്കാം.